മിശിഹായിൽ സ്നേഹമുള്ളവരെ, സ്പേസ് ചാനലിൻ്റെ വചനവിചിന്തന വേദിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഏലിയ സ്ലിവ കാലത്തിലെ ഒന്നാം ഞായർ. ഈ കാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈശോ നമുക്ക് പ്രദാനം ചെയ്ത രക്ഷയുടെ പ്രതീകമായ കുരിശിൻ്റെ വിജയവും അവിടുത്തെ രണ്ടാമത്തെ ആഗമനവുമാണ് വിചിന്തന വിഷയങ്ങൾ. മിശിഹായുടെ രണ്ടാം ആഗമനത്തിനു മുമ്പായി ഏലിയ വരുമെന്ന ചിന്ത ഈ കാലം സൂചിപ്പിക്കുമ്പോൾ പ്രവാചകന്മാരുടെ പ്രതിനിധിയായ ഏലിയ ഒരു പ്രവാചക ദൃഷ്ടി, കാഴ്ചപ്പാട് അല്ലെങ്കിൽ മനോഭാവം നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ അവലംബിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. മോശ, സ്ലീവ എന്നീ പദങ്ങൾ മോശ ഇസ്രായേൽ ജനത്തെ സമുദ്രമധ്യത്തിലൂടെ തൻ്റെ വടി നീട്ടിക്കൊണ്ട് കടന്നു പോകുവാനുള്ള വഴി കാണിച്ചതുപോലെ മിശിഹ കുരിശിലൂടെ സ്ലീവ വഴി നമുക്ക് രക്ഷപ്രദാനം ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള പാത കാണിച്ചു തന്നതിനെയും സൂചിപ്പിക്കുന്നു. തിരുസഭാ മാതാവ് കൽപ്പിച്ച് അരുളുന്ന ഈ കാലത്തിൻ്റെ അർത്ഥതലങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കി ക്രിസ്തുവാകുന്ന പ്രകാശത്തിൽ ജീവിക്കുവാൻ, അവനെ മഹത്വപ്പെടുത്തുവാൻ, അവനെ പ്രഘോഷിക്കുവാൻ ഇന്നത്തെ വചനവായനകൾ നമ്മെ ക്ഷണിക്കുന്നു. ഇന്നത്തെ സുവിശേഷം നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകുക ജെറീക്കോയിലേക്കുള്ള വഴിയരികിൽ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്ന കുരുടന് ഈശോ കാഴ്ച നൽകുന്നതും അവൻ്റെ പ്രത്യുത്തരവുമാണ്. കുരുടൻ്റെ ഉച്ചത്തിലുള്ള നിലവിളി, ദാവീദിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ എന്ന ആർത്തനാദം അവൻ്റെ വിശ്വാസ പ്രകടനവും പ്രഖ്യാപനവുമായിരുന്നുവെങ്കിൽ അത് സാക്ഷാത്കരിച്ചത് അവൻ്റെ കാഴ്ചയെന്ന ജീവിതാഭിലാഷവും യേശുവിനെ അനുഗമിക്കുവാനുള്ള മോഹവുമാണ്. എല്ലാം കൂടിച്ചേർന്ന് ഒരു ജീവിത സാക്ഷ്യമായി മാറുന്നു. ലൂക്കായുടെ സുവിശേഷത്തിലെ ഈ രംഗം അവതരിപ്പിക്കപ്പെടുക ജെറീക്കോ നഗരവാതിക്കല. ലൂക്കായുടെ സുവിശേഷത്തിൽ യേശുവിൻ്റെ ദൃഷ്ടി പതിച്ചിരിക്കുന്നത് ജെറുസലേമിലാണ്. അവൻ ജെറുസലേമിലേക്കുള്ള യാത്രയിലാണ്. ആ യാത്ര ചെന്നെത്തുക കുരിശിൻ്റെ വഴിയിലും കാൽവരിയിലുമാണ്. അങ്ങനെയെങ്കിൽ കുരുടൻ യേശുവിനെ അനുഗമിച്ചു എന്ന് പറയുമ്പോൾ അവൻ അനുഗമിച്ചത് കുരിശിൻ്റെ വഴിയിലും ശ്രീവാപാതയിലുമാണ്. ഭൂമിശാസ്ത്രപരമായിട്ട് ജെറീക്കോ സ്ഥിതി ചെയ്യുക സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 850 അടി താഴ്ചയിലാണ്. ജെറുസലേം ആകട്ടെ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2500 അടി ഉയർച്ചയിലാണ് സ്ഥിതി ചെയ്യുക. ജെറീക്കോയും ജെറുസലേമും തമ്മിൽ ഏകദേശം 27 കിലോമീറ്ററുകൾ ദൂരവ്യത്യാസമുള്ളപ്പോൾ ഉയരത്തിൻ്റെ കാര്യത്തിൽ അവ തമ്മിൽ ഏകദേശം 3350 അടിയുടെ വ്യത്യാസമുണ്ട്. പറഞ്ഞു വരുന്നത് ഭൂമിശാസ്ത്രം പോലും ആത്മീയതയെ ഉദ്ഘോഷിക്കുന്ന അല്ലെങ്കിൽ തൊട്ടുണർത്തുന്ന ഒരു വാസ്തവമാണെന്ന കാര്യമാണ്. കുറുകിയൊഴുകുന്ന ജോർദാൻ്റെ താഴ്വാരം വിട്ട് ജെറീക്കോയിൽ നിന്നും കഠിന കയറ്റം ആരംഭിക്കുന്നത്. ജെറുസലേമിലേക്കുള്ള കഠിന കയറ്റം അല്ലെങ്കിൽ ദൈവിക പദ്ധതിയിലേക്കുള്ള ഉയർച്ച. ഇതിൻ്റെ ഉദാഹരണങ്ങൾ കുരുടന് ലഭിച്ച കാഴ്ചയും സക്കേവൂസിന് പ്രദാനം ചെയ്യപ്പെട്ട രക്ഷയുമെല്ലാം. രണ്ടും സംഭവിക്കുന്നത് ഓർക്കണം ജെറീക്കോയിലാണ്. വീണ്ടും ഓർക്കുക, നല്ല സമരിയാക്കാരൻ്റെ ഉപമ പറഞ്ഞു വയ്ക്കപ്പെടുന്നത് അല്ലെങ്കിൽ അവതരിപ്പിക്കപ്പെടുന്നത് ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്കുള്ള വഴിമധ്യയാണ്. ചരിത്രം സുവിശേഷങ്ങളുടെ വെളിച്ചത്തിൽ സാക്ഷ്യപ്പെടുത്തുക കടുത്ത അടച്ചിടലുകൾ പോലും ദൈവ സാന്നിധ്യത്തിൽ തുറക്കപ്പെടുമെന്ന്. അതുകൊണ്ട് തന്നെ ജെറീക്കോ ദുഃഖങ്ങളുടെയും അസ്വാസ്ഥ്യങ്ങളുടെയും പിരിമുറുക്കങ്ങളുടെയും ഒക്കെ ഒരു വഴിത്തിരിവ. താഴ്ചകളിൽ നിന്ന് ഉയർച്ചകളിലേക്ക് ദൈവം കൈപിടിച്ച് നയിക്കുന്ന പടവെട്ടിൻ്റെ ഒരു ആദ്യ പടി. ലൂക്കാ സുവിശേഷത്തിൽ യേശു ജെറുസലേമിലേക്കുള്ള അവസാന യാത്രയിലാണ്. അവൻ്റെ ഹൃദയം ദൈവേഷ്ട സിദ്ധിക്കായിട്ട് കുരിശിലേക്കും സമർപ്പണത്തിലേക്കും ഉറച്ചു നീങ്ങുകയാണ്. ഈ നിർണായക നിമിഷത്തിൽ പോലും ജനക്കൂട്ടത്തിൻ്റെ ബഹളങ്ങൾക്കിടയിലും അവൻ കുരുടൻ്റെ നിലവിളി കേൾക്കുകയാണ്. ദാവീദിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ എന്ന ആ കുരുടൻ്റെ ആർനാദം ദൈവഹൃദയ തുടിപ്പുമായി ചേരുമ്പോൾ അവൻ പിടിച്ചു നിർത്തിയതുപോലെ പൊടുന്നനെ നിൽക്കുകയാണ്. ഇതിന് കാരണം ദൈവദൗത്യമെന്ന് പറയുന്നത് സമയം നോക്കിയുള്ള ഒരു ഓട്ടമല്ല, മറിച്ച് കരുണയുടെ ഒരു ചുവട് മാറ്റമാണ് അല്ലെങ്കിൽ ചുവട് വെപ്പാണ് എന്നതുകൊണ്ടാണ്.
പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിലൂടെ ജെറീക്കോ നമ്മോട് പറഞ്ഞു വയ്ക്കുന്നു, ദൈവത്തിൻ്റെ വഴി ഉയർച്ചകളിലേക്കുള്ളതാണെങ്കിലും ആ ഉയർച്ചകളുടെ ഓരോ പടിയും കണക്കാക്കപ്പെടേണ്ടത് അരികിൽ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ നാം കാണിക്കുന്ന കരുണയിലാണ് എന്നാണ്. ഇന്നത്തെ സുവിശേഷത്തിലെ കുരുടന് കാഴ്ചയില്ലെങ്കിലും ജാഗ്രത നിറഞ്ഞ ഒരു കേൾവി ശക്തിയുണ്ടായിരുന്നു. ജനക്കൂട്ടത്തിൻ്റെ ബഹളങ്ങൾക്കിടയിലും യേശുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അവൻ കേട്ടതും അവൻ തൊട്ടറിഞ്ഞതും അവൻ്റെ ഉള്ളറിവും എല്ലാം ചേർത്ത് അവനൊരു പ്രാർത്ഥനയാക്കി മാറ്റുകയാണ്. ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ എന്ന പ്രാർത്ഥന. അവൻ്റെ വിശ്വാസ പ്രഖ്യാപനം തിരിച്ചറിയുന്ന യേശു അവനോടൊരു സ്വകാര്യ ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. അവൻ്റെ നിർവചിതമായ വിശ്വാസത്തിന് ഒരു ഉത്തരം എന്നോണം യേശു പറയുന്നു, നിനക്ക് കാഴ്ച ലഭിക്കട്ടെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന്. തൽക്ഷണം അവന് കാഴ്ച ലഭിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ ഈശോയെ അനുഗമിക്കുകയും ചെയ്തു എന്ന് വചനം പറഞ്ഞു വയ്ക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് കാഴ്ചയുണ്ടായിട്ടും പലപ്പോഴും ഉൾക്കാഴ്ച അല്ലെങ്കിൽ ആന്തരിക കാഴ്ച മങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. ഇന്നത്തെ സുവിശേഷത്തിലെ കുരുടനെ പോലെ നാം കാണുന്നതും കേൾക്കുന്നതും നമുക്ക് ചുറ്റിലുമുള്ള പലവിധ ഇന്ദ്രിയാനുഭവങ്ങളും പ്രാർത്ഥനയാക്കി മാറ്റിക്കൊണ്ട്, ആഗ്രഹങ്ങളെ അനുസരണമാക്കിക്കൊണ്ട്, ലഭിക്കുന്ന കൃപകളെ നന്ദിയോടെയും ശിഷ്യത്വത്തോടെയും ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവിനെ അനുഗമിച്ചുകൊണ്ട് ജീവിതത്തിൽ സാക്ഷ്യങ്ങളായി മാറുക എന്നതാണ്. സ്നേഹമുള്ളവരെ, ജെറുസലേമിൻ്റെ ഉന്നത ശൃംഗങ്ങളിലേക്കുള്ള യാത്രയിൽ ജെറീക്കോയുടെ താഴ്വാരത്തിൽ അരികിൽ മുന്നോട്ടുള്ള യാത്ര നിർത്തിവെച്ച് കുരുടൻ്റെ ഇരുട്ട് വെളിച്ചമാക്കി മാറ്റിയ ഈശോ അന്ന് അവനോട് ചോദിച്ച അതേ ചോദ്യം ഇന്നും അതേ സ്വകാര്യതയോടെ നമ്മോടും ആവർത്തിക്കുന്നു. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ജീവിതത്തിൽ ഉന്നത വിജയവും ശമ്പളവും ജോലിയും ഒന്നുമല്ല, മറിച്ച് നമ്മുടെ അകക്കണ്ണുകൾ, ഉൾക്കാഴ്ച തുറന്നു കിട്ടണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. വിജ്ഞാനത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും വളരുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് അപേക്ഷിക്കാം, പ്രാർത്ഥിക്കാം. ഏലിയായുടെ തീഷ്ണതയോടും മോശയുടെ നിയമാനുസരണത്തോടും കുരിശിൻ്റെ കരുണയോടും കൂടി ഒരു ജീവിത സാക്ഷ്യമായി മാറുവാൻ ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. നല്ലവനായ ദൈവം നമ്മയെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.